വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കാര്യം എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അന്ന് പോയതല്ലേ ഇവിടുന്ന്? എൻ്റെ വീട്ടിലെ ചേട്ടൻ, അമ്മ, അനിയൻ, ചേട്ടൻ്റെ വൈഫ്, 2 കുട്ടികൾ. ഞങ്ങൾക്കൊക്കെ സദ്യ തരണേ. സദ്യ ഇനി അടുത്ത ഓണം ആവട്ടെ. ഓണത്തിന് സദ്യ. നമ്മൾ എപ്പോഴും പറഞ്ഞാലും വയനാട് എന്ന് പറയുമ്പോഴും വയനാടാണല്ലോ നമുക്ക് എപ്പോഴും ആദ്യം ഓർമ്മ ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ്. അപ്പം നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ സംസാരിച്ചു. അത് 50 കിലോമീറ്ററിന് അകലെയാണ് എങ്കിൽ, പക്ഷെ അവിടെ പോയിട്ടുണ്ടോ? അവിടെ ഞാൻ പോയില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു പറയും ഇങ്ങോട്ട് പോവാനേ നമുക്ക് നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അത്. നമുക്ക് പോയി കാണാൻ പറ്റില്ലെന്ന് അവരൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും അവിടുത്തെ അവസ്ഥ എന്താ. അപ്പോൾ പല ആൾക്കാരോടും അവർ സംസാരിക്കുന്ന സമയത്ത് അവരെന്താ പറയുക, ഭയങ്കര ഒരു അതായത് കരയുന്ന പോലും ഇല്ല ആൾക്കാർ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവരിങ്ങനെ കേട്ടില്ല എന്നുള്ള മരവിച്ചു. അതായത് കരയാൻ പോലും ഇല്ല ഇനി എന്നുള്ളൊരു അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് എന്ന് പറയുമ്പോൾ അത് മൊത്തം വയനാടിനെ ബാധിച്ചു. വയനാടിൻ്റെ ഒരു കോർണറിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ വയനാടിനെ മൊത്തം ബാധിച്ചപ്പോൾ വയനാടിൻ്റെ ഒരു ബിസിനസ് ഏരിയനെയൊക്കെ അത് ബാധിച്ചു. അപ്പോൾ പല റിസോർട്ടുകളിൽ കാര്യങ്ങളിലൊന്നും ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അതെ. അയ്യോ, ഞാൻ എപ്പോഴും വിചാരിക്കും ആ ഭാഗത്തുള്ള ആൾക്കാർ എങ്ങനെയാ കടന്നുറങ്ങുന്നത്. ഒരു നടുക്കുണ്ടാവും. അതെ കടന്നുറങ്ങുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു എന്താന്ന് മനസ്സിലാക്കി വരുന്നതിന് മുന്നേ നടന്നില്ല. ഉറക്കത്തിൽ തന്നെ പോയവരുണ്ട്. അത് ഭയങ്കര ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ആ സമയത്ത് സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഈ ഫണ്ടിനും ഇതിനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോനിഷടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ പോയിട്ട് നിന്ന് നോക്കി കണ്ട് ചെയ്ത് അല്ലെങ്കിൽ സംഘടനകളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താ മോനിഷ അതിന് നമ്മളെന്താണ് ഫണ്ട് അങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇപ്പം മോനിഷ ഇപ്പം വയനാടാണ്. എല്ലാരും ആദ്യം ചോദിക്കുന്നത് പിന്നെ ഇപ്പം ആ സമയത്ത് മോനിഷയെ വിളിച്ചവരുണ്ടായിരിക്കും ഇൻസിഡന്റ് നടന്ന സമയത്ത്. അപ്പോഴെവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഭയങ്കര മഴയുള്ള ദിവസം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം അന്ന് ഇവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് രാവിലെ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താ നടന്നതെന്ന്. നോക്കുമ്പോൾ എന്നോട് ഇനി നീ സേഫാണോ ചോദിച്ചാൽ എന്താ കുഴപ്പമെന്താ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അപ്പോഴാണ് പിന്നെയാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ബസ്സിലിരുന്നിട്ടാണ് ഞാൻ കാര്യം അറിയുന്നത്. അപ്പോഴും ഞാനിത് ഇത്ര വലിയൊരു സംഭവം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ന്യൂസ് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇത് ഇത്രയും ആൾക്കാർ മരിച്ചു, ഇത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് മനസ്സിലാവും. അതെ. അതായത് നമ്മൾ ഈ അവിടെ ചെന്ന് നോക്കിയാൽ ഈ വലിയ വീടിന്റെ ഒക്കെ സ്ഥാനത്ത് വലിയൊരു പാറക്കല്ല് നിൽക്കുകയാണെന്നാ പറയുന്നത്. അങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ചെറുതല്ല, വലിയ അത്ര വന്നു. അങ്ങനെ അവിടെ ആ ഏരിയ ഇല്ല, അങ്ങനെ ഒരു നാടേ ഇല്ല. സ്കൂളുകള് വീടുകൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ ഒരു നാടില്ല എന്നുള്ളതായി ഇപ്പൊ അവിടെ. അതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിരുന്നു അത്. അത് അത്യാവശ്യം ഒരു ഇതുള്ള ഏരിയ തന്നെയായിരുന്നു. ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷെ എന്താ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല. നമുക്കിങ്ങനെ സങ്കടപ്പെടാനേ പറ്റുള്ളൂ. ദൈവം കൊടുക്കുന്ന വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ഇടയ്ക്കൊരു ഫണ്ണായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോട്ടോസ് വരാറുണ്ട്, ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് വരാറുണ്ട്. എന്തിനാ വരുന്നത് വെച്ചാൽ ഈ കരയുന്ന കുട്ടികളുടെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടെന്ന് ഏഷ്യാനെറ്റിലൊരു സീരിയലുണ്ട്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പറഞ്ഞ സീരിയലിലും കുറച്ച് വിഷമമുള്ള അതിനകത്ത് വിഷമത്തിലൂടെ പോയിട്ടല്ലേ ഇത് നമ്മള് ക്രോപ്പ് ചെയ്തിട്ട് ഈ രണ്ടുപേർക്ക് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചോട്ടെ, ഈ കുട്ടിയുടെ അമ്മയാണോ ഇതെന്ന് ചോദിച്ചോണ്ടൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അത് എപ്പോഴും കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഒരു സീരിയൽ എൻ്റെ അമ്മയെ കണ്ടോ ഏഷ്യാനെറ്റിലൊരു കുട്ടി, അപ്പൊ ഇതിനകത്ത് നേരെ തിരിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയാണോ ഇതെന്ന് ചോദിച്ചോട്ടെ. അത് ആ ട്രോള് അവര് ചെയ്തവരോട് എന്താ പറയാനുള്ള കാര്യം? രസകരമായിരുന്നു അത്. അതെ, ട്രോളൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അതിനെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞാൻ ട്രോള് കാണാറുണ്ട്. അതിനെനിക്ക് ചില കമന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. കമന്റ്സിൽ ഭയങ്കര കമന്റ് വായിച്ച് നമുക്ക് ചിരി വരുന്നത് അങ്ങനത്തെ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കില്ലേ, റീൽസ് വന്നോണ്ടിരിക്കുമല്ലോ നിങ്ങളെല്ലാം ഓരോ. മഞ്ജുല കാലത്തിലെ റീൽസ് ഒക്കെ കണ്ടില്ലേ? അതില് പല സീരിയലിന്റെയും റീൽസ് വന്നോണ്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ ഇതും വന്നപ്പോ എന്ത് ഫീൽ ചെയ്തു? പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മ്യൂസിക് ഉണ്ട്. അത് വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നു. അപ്പൊ നമ്മളെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മ്യൂസിക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ടാഗ് ചെയ്തിടും. അപ്പോൾ ഞാൻ വിചാരിക്കുമോ ഇത് ഒരു സീരിയലിന്റെ സോങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോപ്പുലർ ആയിട്ട് വരാന്ന് പറയുന്നത്. അത് 7 വർഷം മുമ്പുള്ള സിനിമയ്ക്കാണെങ്കിൽ ഓക്കെ റിലീസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ആ മ്യൂസിക് അന്നും ഭയങ്കര രസമുള്ള സോങ്, അതിന്റെ BGM ഒക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു. അത് വീണ്ടും
അത് കേൾക്കുമ്പോൾ ഒരു ഫീലാണ്. അതിലേക്ക് പോകത്തില്ലേ, ബാക്ക് ടു നമ്മൾ ആ സീരിയലിലേക്ക് ഒരു 7 മാസം വരെ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ആദ്യം കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഒരു റീൽസിലൊക്കെ ഇത് വരിക എന്ന് പറയുമ്പോൾ സാധാരണ സിനിമയുടെ ഒക്കെ സീക്വൻസ് ആണ് ഞാൻ റീൽസിൽ മറ്റു വരുന്നത്. സീരിയലൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇത് മാത്രം എന്താ വരാതെ, ഇത് എപ്പോഴായിരിക്കും വരാന്നൊക്കെ വിചാരിച്ചു. ഏത് സീനാണ്? ഞാൻ മന്ത്രിയായിട്ട് വരുന്ന സീനുകൾ അതൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുള്ള ആ സീൻ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഓ, ഇതാണല്ലോ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. കമന്റ്സ് വായിച്ചിട്ടുണ്ടോ അതിനകത്ത്? കമന്റ്സ് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടെ ഞാൻ ഇടുന്ന കുറെ പോസ്റ്റിന് ഇത് നമ്മുടെ ജാനിക്കുട്ടിയല്ലേ, പിന്നെ അതിൽ അച്ഛന്റെ ക്യാരക്ടറിന്റെ പേരൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ എന്താ മോളെ നീ ഇവിടെ ഈ പറഞ്ഞ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങള് പണ്ടില്ല. ഈ പറഞ്ഞ 7 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഇങ്ങനൊന്നും സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ഇപ്പം എന്തെടുത്താലും സോഷ്യൽ മീഡിയയാണ്. ഇപ്പം മോനിഷ അങ്ങോട്ട് നടന്ന റോഡിൽ അതാ സീരിയൽ നടി വെയിലും കൊണ്ട് ഒരു ജാടയില്ലാതെ പോകുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ഡയലോഗ് കൊടുക്കുന്നല്ലേ. പക്ഷെ സോഷ്യൽ മീഡിയ കൊണ്ടാണ് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും മുന്നിൽ നിൽക്കുന്നത്. നല്ലതാണ്, മോശം പറയാനൊന്നുമില്ല സോഷ്യൽ മീഡിയ കൊണ്ട്. അല്ല, സോഷ്യൽ മീഡിയ അറിയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇടുന്നത് അല്ലേ. അത് ആരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഒരു സാധനമല്ല സോഷ്യൽ മീഡിയ. മോനിഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ വയനാടിൻ്റെ, അതായത് ഞാൻ വയനാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഭയങ്കര മഴയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഇട്ട അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉരുൾ പൊട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് അത് അയ്യോ ഇവള് ഭയങ്കര കളിച്ച് ചിരിച്ച് വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടു. അതിന് ഭയങ്കരമായിട്ടും എനിക്ക് ന്യൂസും ഒരു കുറച്ച് മനസ്സാക്ഷി വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് നടക്കുന്ന എനിക്ക് അറിയുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു മടിയാണോ? മടിയിലല്ല, എന്താ പറയുക, ഇതിൽ തന്നെ നല്ല ഹാർഡ് വർക്കാണ്. ഇപ്പം നമ്മൾ എല്ലാവരും പറയും, ഞാൻ ഇന്നലെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള സീരിയൽ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയാണ്, നിങ്ങൾക്ക് എന്തൊരു ലക്ഷറി ലൈഫാണ്, സുഖമായിട്ടുള്ള വർക്ക് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ രാവിലെ 6:30 പിക്കപ്പ് ചെയ്തിട്ട് രാത്രി 10-10:30 ഞാൻ റൂമിൽ തിരിച്ചെത്തും. അപ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. ഒരു ദിവസം നമുക്ക് ഒരു 8-10 ഡ്രസ് ചേഞ്ച് ഉണ്ടാവും, 15-20 സീൻ ഉണ്ടാവും. പിന്നെ ഈ പൊതുവെ സീരിയലിൽ എല്ലാവരും നിന്നിട്ടായിരിക്കും സംസാരിക്കുക, ഇരുന്നിട്ടുള്ള കോൺവെർസേഷനുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും അധ്വാനമുണ്ട്. പിന്നെ കരയാന്നൊക്കെ പറയുന്നത് അയ്യോ, രാവിലെ തൊട്ട് കരയാൻ തുടങ്ങിയ രാത്രി വരെ കരയാന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് അത്ര ഗ്ലിസറിന്റെ ആവശ്യം വരാറില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് തന്നെ, ഞാൻ തമിഴും തെലുങ്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗ്ലിസറിന്റെ ആവശ്യം വരാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം, നമുക്ക് അവർ പറയുന്നത് അതേപടി ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അവർ വലിയ സംഭവങ്ങളായിട്ട് പറയുന്നത് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇതത്ര ഫീൽ ചെയ്യാനുള്ള സംഭവം ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ പിന്നെ അങ്ങനെയല്ല, നമ്മുടെ ഭാഷയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉൾക്കൊള്ളാനൊക്കെ എളുപ്പമാണ്.